അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. വർഗീസ് സാറൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇതിലിപ്പം അങ്ങേപ്പറ്റി LDF-ഉം UDF ഒക്കെ പറയുന്നത് ഒരു സ്പോൺസേഡ് കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിനോട് അങ്ങയുടെ മറുപടി എന്തായിരിക്കും? ഞാനങ്ങനെ ആരുടെയും സ്പോൺസേഡ് സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഞാൻ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എന്നെ ആരും സ്പോൺസർ ചെയ്തതല്ല. ഞാൻ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാണ്. ഞാൻ ഈ കുടിയേറ്റക്കാരുടെ ഈ കർഷകരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ച ആളാണ്. മറ്റാരെക്കാളും കൂടുതൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ്. ബുദ്ധിമുട്ടി പ്രവർത്തിച്ച ആളാണ്. ഇവിടെ ഈ അവികസിത മേഖലയിൽ കൂടി എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇവിടെ. അങ്ങനെ ആരും സ്പോൺസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ 47 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. എന്തുകൊണ്ടായിരിക്കും LDF-ഉം UDF-ഉം അങ്ങനെയൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്? അത് അവർക്ക് മനസ്സിലായി. എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവരങ്ങനെ വയ്ക്കുന്നത്. ഞങ്ങളെ അവർ പരിഗണിക്കുന്നുവല്ലോ. എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഇരുകൂട്ടർക്കും ഭീഷണിയാണ്. പിന്നെ ഞാൻ ഈശ്വര വിശ്വാസിയാണ്. LDF സ്ഥാനാർത്ഥി ഈശ്വര അയ്യപ്പനെ പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാം. അതൊക്കെ അവർ വിലയിരുത്തട്ടെ. ഇവിടുത്തെ കുടിയേറ്റ മേഖലയിൽ ഈ മലയോര മേഖലയിൽ BJP ശക്തമായ മുന്നേറ്റം നടത്താനുള്ള ഇതാണ്. എനിക്ക് ഒരുപാടേറെ ബന്ധങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിക്കും. നല്ല അടിയൊഴുക്കുകളുണ്ട്. അതാണ് അവർ ഇപ്പം ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വലിയൊരു മാറ്റം ഇത്തവണ ഉണ്ടാവും. തീർച്ചയായിട്ടും കുടിയേറ്റ മേഖലയിൽ, ക്രിസ്ത്യൻ മേഖലയിൽ BJP-യോടുള്ള അനുഭവം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. കുറേ പേര് ഡിസ്ഗേസ്ഡ് BJP-ക്കാരുണ്ട് ഇവിടെ. അത് ഇന്നലെയൊക്കെ ഞാനൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവരൊക്കെ ഇനിയും സജീവമായി രംഗത്തിറങ്ങും. നല്ല അടിയൊഴുക്കുകൾ ഈ മേഖലയിലുണ്ടാകും. തീർച്ചയായും ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനിയിപ്പം അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പം കോവിലത്തൊക്കെ ഇത് ഞങ്ങൾ രാവിലെ കോവിലത്ത് പോയി, എടക്കര VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം സുഖമില്ലാതെ അവിടെ പോയി കണ്ടു. പിന്നെ മറ്റു പല വീടുകളിലും, ക്രിസ്ത്യൻ മേഖലയിലുള്ള വീടുകളിൽ പോയി. ഞങ്ങളിന്ന് ബിഷപ്പുമാരെ എല്ലാം കാണുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ KCBC-യുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവരെല്ലാം എറണാകുളത്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറ്റുമെങ്കിൽ അവിടെ പോകും. ബാക്കിയുള്ളവരെയും കാണും. സംസാരാധ്യക്ഷൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായിട്ടും എത്തും. പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം വോട്ട് എത്തും. കാരണം ക്രൈസ്തവരുടെ ഇടയ്ക്കിൽ BJP-ക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്.